അസംബ്ലി കഴിഞ്ഞു. ഇനി എല്ലാവർക്കും അവരവരുടെ ക്ലാസ്സിലേക്ക് പോകാം. അച്ഛാ, ഇന്നൊരു ടീച്ചർ ലീവാ. ആരാ അത്? സ്മിത ടീച്ചർ. അപ്പോൾ സ്റ്റാൻഡേർഡ് 5 ആളില്ല അല്ലേ? അതെ. എന്നാൽ ഞാൻ എടുത്തുകൊള്ളാം ക്ലാസ്. അല്ല, സ്റ്റാൻഡേർഡ് 5 അല്ലേ? അവിടെ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, ഞാൻ കണ്ടതാണല്ലോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും ആരാ മനസ്സിലായില്ലല്ലോ. ഞാൻ ഇത്തിരി ദൂരെ നിന്നാ. ക്രിസ്മസും ന്യൂ ഇയറും പെരുന്നാളും ഒക്കെ ആയതുകൊണ്ട് നിങ്ങളൊന്ന് കാണാൻ വന്നതാ. ഒരു ചെറിയ ക്ലാസ് കൂടി ആവാം. എവിടെയോ കണ്ടൊരു മുഖപരിചയം. കണ്ടു കാണും. ഞാൻ ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഇന്ന് നിങ്ങളുടെ സ്മിത മിസ് ആബ്സെന്റ് ആയതുകൊണ്ട് ഞാൻ വന്നതാണ്. ആ രൂപക്കൊട്ടിലെ പുണ്യാളിന്റെ ചായ ഉണ്ട്. ആണോ? നിങ്ങൾ ബുക്കൊക്കെ മാറ്റി വെച്ചോ. അതൊക്കെ സ്മിത മിസ് പഠിപ്പിച്ചോളൂ. അച്ഛന്റെ പേരെന്താ? എന്റെ പേരറിയില്ലേ? അറിയണമല്ലോ. നിങ്ങളൊക്കെ എനിക്കറിയാം. ഓക്കെ, എന്റെ പേര് റേമൺ. ഓർമ്മ എന്നും വിളിക്കും. ഇത് ഞങ്ങളുടെ പുണ്യാളച്ഛന്റെ പേര് തന്നെയല്ലേ? പുണ്യാളച്ഛനാണല്ലേ? പുണ്യാളച്ഛൻ ക്ലാസ് എടുക്കാൻ? ക്ലാസ് എടുക്കാനൊന്നുമല്ലോ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളെ കാണാമെന്നതാണ്. എന്നാ പിന്നെ ക്ലാസ് എടുക്കാതെ കളിക്കാൻ വിടുവോ? പിന്നെന്താ, ഞാനും കൂടാം നിങ്ങളുടെ കൂടെ കളിക്കാൻ. ഫുട്ബോളാ? ഓടാനൊക്കെ പറ്റുമോ പുണ്യാളച്ച? പിന്നല്ല, നിങ്ങൾക്ക് മുമ്പേ ഓടിയെത്തും. ഒറ്റ ഓട്ടത്തിന് 2 കിരീടം കൊണ്ട് സ്വർഗത്തിലെത്തിയതാ. ഇതൊക്കെ വെറും നിസ്സാരം. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രശസ്തരായ 2 സ്പോർട്സ് പേഴ്സണാലിറ്റീസിനെ കുറിച്ച് പറയാം. അവർക്ക് ദൈവം നൽകിയ ടാലന്റ് അവർ എങ്ങനെ പരിശ്രമത്തിലൂടെ വിജയത്തിലേക്ക് എത്തിച്ചു എന്ന് നോക്കാം. നിങ്ങൾക്കും ദൈവം ഇഷ്ടംപോലെ ടാലൻസ് തന്നിട്ടുണ്ടാവുമല്ലോ. അത് പ്രസന്റ് ചെയ്യാൻ ഏറ്റവും നല്ല അവസരമല്ലേ നിങ്ങളുടെ കാറ്റീസം വേദികൾ. ഇവിടെ പാട്ട് പാടാൻ അറിയുന്നവരുണ്ടല്ലോ. പുണ്യാളച്ച, എനിക്കറിയാം. ഞാൻ പള്ളിയിൽ പാടിയിട്ടുണ്ട്. ആ പാട്ട് ഞാൻ ഇവിടെ പാടട്ടെ. നന്ദിയേ നന്ദി എൻ ദൈവമേ, നന്ദി എൻ്റെ യേശുപരാ. നന്ദിയേ നന്ദി എൻ ദൈവമേ, നന്ദി എൻ്റെ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്നതിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്നതിൻ സ്നേഹത്തിനും നന്ദിയേ നന്ദി എൻ ദൈവമേ, നന്ദി എൻ്റെ യേശുപരാ. കൊള്ളാം, കൊച്ചു മിടുക്കി. മോളുടെ പേരെന്താ? അലോന. പുണ്യാളച്ച, എനിക്കും പാടാനറിയാം. ക്രിസ്മസ് ആവണിഞ്ഞ നേരം പുൽക്കൂട്ടിൽ പ്രഭാതമായി, ദൈവത്തിൻ സ്തുതം പിറന്നു ലോകത്തിൻ പ്രതീക്ഷയായി.
വാരിൽ വരവേൽപ്പിൻ ശുഭഗീതം ശാന്തിയേകി പാരിൽ ഗുരുനാഥൻ മദനാരിൽ ജാതനായി വാത്സല്യമോലും പൊൻപൈതലായോ ആത്മീയ ജീവൻ നൽകുന്നതാ. കൊള്ളാം, കൊച്ചു മിടുക്കി. മോളുടെ പേരെന്താ? ഞാൻ നിയാശ്രൻ. ഇനി വേറെന്തെങ്കിലും മിമിക്രി, മോണാക്ട് അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയാം പുണ്യാളച്ച, കേൾപ്പിക്കട്ടെ? മനസ്സിലായല്ലോ? ഇനി ഒന്നും കൂടെ ഉണ്ട്. ആനയാ. അമ്പോ, നീ സൂപ്പർ ആണല്ലോടാ. അവന്റെ പേരെന്താ? ജേഡൻ. ഇനി വചനം കാണാതെ പറയാൻ അറിയുന്നവരുണ്ടോ? എല്ലാവർക്കും അറിയാം. ഒത്തിരി സന്തോഷം. നിങ്ങളെല്ലാവരും ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചവരാണ്. ആരും ഒന്നിനും പുറകിലല്ല കുഞ്ഞുങ്ങളെ. ഞാൻ മുമ്പ് പറഞ്ഞ സ്പോർട്സ് പേഴ്സണാലിറ്റീസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കത്തോലിക്ക സഭയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന രണ്ടുപേരുടെ ജീവിതകഥയാണിത്. ദൈവം ഇവരെ എങ്ങനെ വളർത്തിയെന്ന് നോക്കാം. ഫാസ്റ്റസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന ഒരു കായിക താരത്തെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഉസൈൻ ലിയോ ബോൾട്ട്. ബോൾട്ട് പറയുന്നത് അവന്റെ സ്വതസിദ്ധമായ അലസത, അതായത് മടി, അതിൽ നിന്നാണ് തനിക്ക് ഇത്രയും കരുത്തനാകാൻ പറ്റിയത്. നോർത്ത് അമേരിക്കയിലെ ജമൈക്കയിലുള്ള ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു ബോൾട്ടിന്റെ ജനനം. വീട്ടിൽ പൈപ്പ് കണക്ഷൻ ഇല്ലായിരുന്നു. വീട്ടാവശ്യത്തിന് വേണ്ട വെള്ളം അടുക്കളയിലെ 4 വീപ്പുകളിൽ നിറയ്ക്കുക എന്നത് ഉസൈൻ ബോൾട്ടിന്റെ ജോലിയായിരുന്നു. 4 വീപ്പ് നിറയണമെങ്കിൽ 48 ബക്കറ്റ് വെള്ളം വേണം. നദി തീരത്തേക്ക് കുറച്ച് ദൂരം നടന്നാൽ മാത്രമേ വെള്ളം ശേഖരിക്കാൻ പറ്റൂ. അവൻ തന്റെ മടി കാരണം കുറച്ചു സമയം കൊണ്ട് മാക്സിമം വെള്ളം തോളിലും കൈയിലും ചുമന്ന് വേഗത്തിൽ വീപ്പുകൾ നിറയ്ക്കാൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞ് ബോൾട്ടിന് ക്രിക്കറ്റ് കളിക്കാനും പോകണം. വീട്ടിൽ പട്ടിണിയായിരുന്നു. എങ്കിലും ക്രിക്കറ്റ് കളി ബോൾട്ടിന് ഭയങ്കര ക്രേസ് ആയിരുന്നു. തനിക്ക് എടുക്കാവുന്നതിൽ കൂടുതൽ വെള്ളം ചുമന്നത് ബോൾട്ടിന്റെ ഷോൾഡേഴ്സിനും കാലുകൾക്കും നല്ല ബലവും കരുത്തും നൽകി. ബ്രയൻ ലാറെ പോലെ ഒരു ഫേമസ് ക്രിക്കറ്റർ ആവണമെന്നായിരുന്നു ബോൾട്ടിന്റെ ആഗ്രഹം. ഓട്ട മത്സരത്തിൽ പങ്കെടുത്താൽ വയറു നിറയെ ഭക്ഷണം വാങ്ങിത്തരുമെന്ന് ടീച്ചർ പറഞ്ഞു. അത് പ്രതീക്ഷിച്ച് ഓടി അവൻ 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. പിന്നീട് അവൻ പല ഓട്ട മത്സരങ്ങളിലും പങ്കെടുക്കുകയും സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്തു. അങ്ങനെ കിട്ടിയ ഒരു സമ്മാന തുക കൊണ്ട് അമ്മയ്ക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കൊടുത്തു. അത് അവന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. തന്റെ ദൈവവിശ്വാസത്തിന്റെ അടയാളമായി ഓരോ ഓട്ടത്തിനു മുമ്പും ശേഷവും കുരിശു വരയ്ക്കാറുണ്ടായിരുന്നു. ക്രിക്കറ്റിൽ ആവാത്തതിന് നിരാശ ഉണ്ടായിരുന്നെങ്കിലും ബോൾട്ട് ഇന്ന് വളരെ ഹാപ്പിയാണ്. ഉസൈൻ ബോൾട്ടിന്റെ ജീവിതകഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമുക്ക് എല്ലാവർക്കും ടാലന്റ് ഉണ്ട്. We all have talent. നമ്മുടെ ഉള്ളിൽ കഴിവുണ്ട്. ഈശോയെ തന്റെ ഉദ്യമങ്ങളിലെല്ലാം കൂടെ കൂട്ടി വിജയത്തിലെത്തി. മടിയുണ്ടെങ്കിലും ചെയ്യേണ്ട ജോലികൾ പെട്ടെന്ന് ചെയ്തു തീർത്തു. ഈശോയെ മുറുകെ പിടിച്ച് മുന്നേറി. കൂട്ടുകാരെ, രാവിലെ എഴുന്നേക്കാൻ മടി തോന്നാറില്ലേ? പള്ളിയിൽ പോകാൻ മടി തോന്നാറില്ലേ? മടിയെ ഇതുപോലെ മാറ്റിവെച്ച് ഓടി പള്ളിയിൽ വന്ന് ദൈവത്തോടും കൂട്ടുകാരോടും ഒപ്പം ചേർന്നാൽ നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും. ആഹാ, ഞങ്ങൾക്ക് ഉണ്ട് മടി. ഇതൊക്കെ നമുക്ക് മാറ്റാനേ. നിങ്ങൾക്ക് മെസ്സി അറിയില്ലേ? പിന്നെ ഒത്തിരി അറിയാം. മെസ്സി സൂപ്പർ ആണല്ലേ? മെസ്സി തന്റെ ഹാർഡ് വർക്കിലൂടെയാണ് ഇന്നത്തെ സൂപ്പർ പദവിയിൽ എത്തിയത്.
ഒരു കാത്തലിക് കുടുംബത്തിലാണ് മെസ്സി ജനിച്ചത്. മെസ്സിയെ ഫുട്ബോൾ ക്ലബ്ബുകൾ തഴഞ്ഞ കാലമുണ്ടായിരുന്നു. പിന്നീട് FC ബാർസലോണ ക്ലബ്ബ് അദ്ദേഹത്തെ സ്പോൺസർ ചെയ്യുകയും തന്റെ കുറവുകളോട് ഭംഗിയായി പോരാടുകയും ചെയ്ത ഒരു ഇതിഹാസമാണ് മെസ്സി. കാൽപന്തിന്റെ മിഷിയ എന്നറിയപ്പെടുന്ന അഭിമാന നിമിഷം മെസ്സിക്ക് പരിശ്രമത്തിന്റെയും പോരാട്ടങ്ങളുടെയും വിജയമായിരുന്നു. കുഞ്ഞുമക്കളെ, ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് കുറവുകളെ തള്ളിക്കളഞ്ഞ് മുന്നേറുക. പരിശുദ്ധാത്മാവും നിങ്ങളുടെ കാവൽ മാലാഖയും നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് അസാധ്യമായി കരുതുന്ന കാര്യങ്ങൾ ദൈവത്തെ ഏൽപ്പിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് ക്ഷമയോടെ ആരെയും തട്ടി താഴെയിടാതെ മുന്നോട്ട് തന്നെ യാത്ര തുടരുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ബെല്ലടിച്ചല്ലോ. ഉണ്ണിയാളച്ചൻ കളിക്കാൻ സമയം തന്നില്ല, കൂടെ കളിക്കാനും പറ്റിയില്ല. അടുത്ത ആഴ്ച സ്മിതാ മിസ് ഇല്ലെങ്കിൽ വരുമോ? വാന്നേ. പിന്നെ വരാം, അടുത്ത പെരുന്നാളിന് വരാം. കുഞ്ഞാളച്ച വാട്സാപ്പ് നമ്പർ ഉണ്ടോ? ഉണ്ടല്ലോ, നോട്ട് ചെയ്തോ.
wanna do the thing. I don't wanna have you, baby. I just wanna have a fling. I wanna go down, stay, kissing your feet, and you make me crazy. Yeah. Tell me what you wanna do.